ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഇപ്പോൾ ഞങ്ങളെ കൊര മാറിയതേനി. ഇന്നലെ കല്യാണത്തിന് പോയി ഐസ്ക്രീം വേണം പറഞ്ഞ് വാങ്ങി. അത് തിന്ന് കൊര കൂടി ഇല്ലേ? അവിടെ ഐസ്ക്രീം തിന്നല്ലേ പറഞ്ഞില്ലേ? തിന്നല്ലേ പറഞ്ഞോ? എന്നിട്ടെന്തി എന്നിട്ടെന്തി തിന്നു. എന്നിട്ട് ആരാ കൊരക്കണ്? ഞാനാണെങ്കിൽ കുറച്ചുകൂടി ഉമ്മച്ചി പറയുന്ന കുറച്ചൊക്കെ കേൾക്കണേ. അപ്പോൾ നേരം ഒരു 6:30 ആയിട്ടുള്ളൂ. നമ്മളിന്ന് നേരത്തെ നീച്ചിക്കണ്. എന്ത് വിചാരിച്ചാൽ ഓന് കേട്ടോ, ഇന്നലെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആള് കുഴങ്ങിക്കണ്. ഇന്നലെ എന്നിട്ട് ഒരു 7 മണിയായപ്പോൾ കടന്നുറങ്ങി. ഇന്നലെ എപ്പോഴാണ് കടന്നുറങ്ങി? ഇപ്പോഴാണ് കടന്നുറങ്ങി. അപ്പോൾ ഒരു 6 മണിയായപ്പോൾ പൊന്തിക്കണ്. അപ്പോൾ ഞാൻ പുറത്ത് കിടക്കാക്കിയാണ്. ഇനി ഈ തണുപ്പിഞ്ഞ് ഈ മുറ്റത്ത് കൂടെ അങ്ങനെ നടക്കും, സൈക്കിൾ ഓട്ടി നടക്കും. അപ്പോൾ കുറച്ച് നേരം ഉള്ളിൽ പിടിച്ചിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം. ഞാൻ ചായയും കടിയും കാര്യമൊക്കെ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കാൻ പോവുക. ചായ വാട ഉമ്മച്ചി ഒറ്റക്കല്ലേ. എന്താ നമ്മൾ കടി ഉണ്ടാക്കണേ? പുട്ടാണ് അറി. അപ്പം നമുക്ക് പോയിട്ട് ചായയും കടി ഉണ്ടാക്കാം. മാതിരി ഒരാൾ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ സൈക്കിൾ ആരെ കൊണ്ടുപോയേ? എൻ്റെ സൈക്കിൾ ഇവിടെ കാണാല്ല. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട്. ആ റോട്ടിൽ പോയോക്ക്. ആടാ എൻ്റെ സൈക്കിൾ എവിടെ? സൈക്കിൾ ഇവിടെ എവിടെയും കാണാനില്ലല്ലോ. എവിടെ ഇതിനെ? ഈ ഏരിയയിലൊന്നും ഓൻ്റെ സൈക്കിൾ കാണാനില്ല. സത്യത്തിൽ എവിടെ? ഇന്നലെ ഓട്ടിയിലേനോ? ഓട്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ജീപ്പ് ഇതാ. ജോപ്പൻ്റെ വീട്ടിലതാ, ആ മുക്കിലുണ്ട്. ഞാൻ വിചാരിച്ചു വല്ല റോട്ടിലും കൊണ്ടുപോയിട്ടിരിക്കണം. അവിടെ ഇതാക്കണം, കാണാതെ സൈഡിൽ വെക്കണം. അവിടെ ഇതാക്കണ പോലെ വരിയിൽ അതെടുത്തിട്ട് വാ. ഞാൻ ഇറക്കൂല, ഞാൻ പോട്ടെ. അതെടുത്തിട്ട് ചവിട്ടി പോര്. അതെടുത്തിട്ട് ചവിട്ടിയിട്ട് പോര്. അതെടുത്ത് ചവിട്ടി പോര്. ഇല്ലേ ഉമ്മച്ചിക്ക് നേരം വേഗം ചായ കടി ഉണ്ടാകട്ടെ. ഉമ്മച്ചി നോക്ക ചെല്ല്. അത് ജീപ്പാറ കേടെത്തി. മലയാളം അറിയില്ലേ? അന്റെ ജീപ്പ് ആരാ കേട് വെച്ചിട്ട്? ഒച്ചറിയില്ല. നമുക്ക് നല്ല പെയിന്റുകാരനൊക്കെ ഉണ്ടേ. ഐദിനാഥാണ് പേര്. വയസ്സ് 4. അപ്പം നിങ്ങളെ പെരിയിലൊക്കെ നല്ല എന്താ പറയുക, മഴവില് കളർ പെയിൻ്റൊക്കെ വേണമെങ്കിൽ അടിച്ചു തരും കേട്ടോ. ഇവിടെ ബോസിന് അന്നത്തെ വർക്കിന് ടൈം കഴിഞ്ഞുകൊണ്ട് പിന്നെ കൊടുത്തില്ല. ഞാൻ എന്തായാലും ഫ്രീ ആകുമ്പോൾ ഇതിൻ്റെ ബാക്കി ചെന്ന് അടിച്ചു കൊടുക്കുക. കറക്റ്റ് ടൈമിംഗ് ആണ്. ഒരു 10 പണിയെടുത്താൽ കഴിഞ്ഞാൽ കയറും ബാപ്പാൻ്റെ അതിരിയാ. അപ്പോൾ ഇമാതിരി വല്ല പണി നിങ്ങളെ പെരിയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ, നല്ല പെയിൻ്റൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇജ്ജ് പോവില്ലേ? പെയിൻ്റ് അടിച്ചു കൊടുക്കാൻ പോവില്ല ഓലെ വീട്ടിക്ക്. പിന്നെ ഈ ജീപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയാപ്പു ഓൻ്റെ 3ാമത്തെ ബർത്ത്ഡേക്ക് ചെറിയാപ്പു വാങ്ങി കൊടുത്തല്ല. 3 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഈ ജീപ്പ് ഇറങ്ങിയ ടൈമേനി. അപ്പോൾ ഓന് ഇങ്ങനത്തെയൊക്കെ ഒരു വണ്ടി പിരാന്താണ്. നല്ല ഹോട്ടലും കാര്യമൊക്കെ ഉണ്ട്. അപ്പം അന്ന് കയ്യിൽ റൊക്കം പൈസ ഇല്ലാണ്ട് ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ കുറേ കാലം എന്നോട് പറയണം. അന്നൊക്കെ ഞാൻ എതിരുന്ന. പിന്നെ ഓന് ഇത് വാങ്ങിക്കൊടുക്കണം എന്നുള്ള ചെറിയാപ്പൂവിൻ്റെ ആഗ്രഹം കൊണ്ട് കോഴിക്കോട് ഇവിടുന്ന് ഓൺലൈനിൽ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു. 4 വട്ടം വിളിച്ചു ചോദിച്ചു. 4 വട്ടം ഞാൻ തടസ്സം നിന്ന്. പൈസ കയ്യിലുണ്ടാവുമല്ലോ, വാണ്ടട്ടോ പറഞ്ഞു. പിന്നെ 5ാമത്തെ വട്ടം വിളിച്ചു ചോദിച്ചില്ലേ, പറഞ്ഞു വാങ്ങിക്കൊടുക്കണമെങ്കിൽ വാങ്ങിക്കൊടുത്തോ, കയ്യിൽ പൈസ ഉണ്ടോ ശരിക്കും നോക്കിയിട്ട് വാങ്ങിക്കൊടുത്താൽ മതി. കാരണം ഇതിന് നല്ല റേറ്റ് ഉണ്ട്, 8-10 ഉറുപ്പ്യുണ്ട്. പിന്നെ മാസം 100 ഉറുപ്പ്യ അടവ് വരുള്ളൂ. അത് അങ്ങനെ കഴിഞ്ഞ് പോയിക്കോളും എന്ന് പറഞ്ഞിട്ട് ചെറിയപ്പോൾ വാങ്ങിക്കൊടുത്താണ്. ഇപ്പം ഇതിനെന്താ കംപ്ലൈൻറ്റ് ചോദിച്ചാൽ, എല്ലാവരും വരുമ്പം ഇതിൻ്റെ കളി കൂടും. ജീപ്പിനേറ്റിലെ കളി കൂടി മറിച്ചിട്ട് അങ്ങനെ ആക്കുമ്പോൾ സൈക്കിൾ കൊണ്ടുപോവാ. ഇനി നന്നാക്കാൻ കൊടുക്കണോ? പറഞ്ഞു വന്നത് ഇതിപ്പോൾ കേടാണ് എന്നാ. അപ്പം ഞാൻ പോയി ചായയും കടി ഉണ്ടാക്കട്ടെ. പോയി നമ്മളെ പരിപാടി ഇനിയെന്ന് പറയുന്നത് പുട്ടും കടല കറി ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കൽ തുടങ്ങട്ടെ.
ചായക്കുള്ള വെള്ളം വെച്ച് അവിടെ കടല തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. പുട്ട് ഇവിടെ കുഴച്ച് വെച്ചിരിക്കുന്നതൊന്ന് വെള്ളം പിടിച്ചട്ടെ. കുഴച്ചിരിക്കണ ലാസ്റ്റ് ഒരു തുള്ളി വെള്ളം മേലെ കൂടെ കുടഞ്ഞിരിക്കണം. ഞാൻ റെഡി ആകട്ടെ. ഇവിടെ നമുക്ക് കഴിക്കില്ല തേങ്ങ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പുട്ടുപൊടി ഇവിടെ റെഡിയായി. തേങ്ങ ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കണേ. നമുക്ക് പുട്ട് ഓരോന്ന് കേട്ടോ. തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളിലേക്ക് കാണണ്ടോന്ന് അറിയില്ല. ഓൾമോസ്റ്റ് തേങ്ങ ഇട്ട് കൊടുത്തടിയിൽ. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ പിന്നെ തേങ്ങ ഇട്ടിട്ട് ഒരു കുറ്റി ശരിയായി. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് അവിടെ ആവി വരുന്നുണ്ട്, നമുക്ക് വെച്ചുകൊടുക്കാം. ഇനി അത് ആവിയിട്ട് അത് ആവി വരുന്ന ഗ്യാസിൽ നമുക്ക് എന്താക്കാം, 2 വൈതനങ്ങ ഉപ്പേരിയൊക്കെ ഒരു വെള്ളരിക്ക കറിക്ക് വേണ്ടി വെള്ളരിക്ക എടുക്കണം. ഞാൻ ഈ സാധനം തിന്നൂല കേട്ടോ, ഉണ്ടാക്കി കൊടുക്കും, പക്ഷെ തിന്നണ ഇഷ്ടമല്ല. അപ്പം ഞാൻ പരിപാടി ഇതൊക്കെ അരിഞ്ഞ് നമുക്ക് റെഡിയാക്കാം. അങ്ങനെ നമ്മളിത് അരിഞ്ഞുകൊണ്ട് വെക്കുമ്പോൾ ഒരാൾ വന്ന് രാവിലത്തെ കണിതാണ് ഓൻ അന്തിക്ക് എന്തെങ്കിലും കൊണ്ടുവച്ച അതിനാണ്. അത് സോസ് ഒന്ന് രാവിലെ ഞാൻ ചായ ചൂടാക്കി തരട്ടെ നോക്കേ. യൂട്യൂബത്തെ ആൾക്കാർ ചീത്തറിയിട്ടോ സോസൊക്കെ രാവിലെ തിന്നാല്. ഇതാണോ എൻ്റെ പരിപാടി. രാവിലെ വരുമോ അന്തിക്ക് എന്തോ ഫ്രിഡ്ജിൽ കാര്യമായിട്ട് കൊണ്ടുവന്ന് വെച്ചോല അതിന്. ഇനി ഇത് സോപ്പിട്ട് വാങ്ങട്ടെ, എന്നിട്ട് ചായ എടുക്കട്ടെ. ഒരു കുറ്റി പുട്ടോടെ റെഡിയായി. രണ്ടാമത് ഇട്ടിക്കണത് മതി. പിന്നെ ഒരാൾക്കോട് ചായയും കാര്യമൊക്കെ കൊടുത്തിട്ട് ഞാൻ വന്നില്ല. ഇന്നലെ ചോറ് 7 മണിയായപ്പത്തിന് സൈഡ് ആയിക്കണ്. അപ്പം പൈച്ചുണ്ട്, അതാണ് ഈ തപ്പിയെടുക്കുന്നത്. വിശണ്ടോ? തലയൊക്കെ കാട്ടുണ്ട്. വാവും. അപ്പം തിന്നട്ടെ. അങ്ങനെ നമ്മളെ കടിയായി, കറിയായി, പുട്ടോടായിട്ടോ. ഇതിലാണ് കറിയായി. അപ്പം ഇതവിടെ വെക്കട്ടെ. ഇവിടെ ചായ ആയി. പിന്നെന്താ വെച്ചാൽ ഇതിലെന്താന്ന് വെച്ചാൽ തേങ്ങ കേട്ടോ, കറിക്കുള്ള തേങ്ങ വെച്ചത് മറ്റേ വൈതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാനുള്ളതാണ്. പിന്നെ അത് വെള്ളരിക്ക കറിക്കുള്ള വെള്ളരിക്ക അരിഞ്ഞ് വെച്ചാണ്. അപ്പം ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി എന്താ പരിപാടി വെച്ചാൽ ഇപ്പം ടൈം ഏകദേശം നോക്കട്ടെ കേട്ടോ. 8 മണി ആവാനായിട്ടുള്ളൂ. അപ്പോൾ ഒരു 8:30 ആകുമ്പോൾ ചായ കുടിച്ചോ. അതുകൊണ്ട് ഇപ്പം ഞാൻ കൊടുത്തില്ലേ. അപ്പം ഇനി വേഗം ഒന്ന് അടിച്ചൊരു തോത്തണമെന്നുണ്ട്. അടിച്ചൊരു തുടക്കൽ വെച്ചിട്ട് അപ്പോൾ ബെഡും കാര്യമൊക്കെ ഒന്ന് ലെവലാക്കാണ്ട് ഇതിന് കുഴച്ച് മറിച്ചിട്ട് പോയതാണ്. അപ്പം ഇന്നലത്തെ കല്യാണ ഡ്രസ്സും കാര്യമൊക്കെ ഇവിടെ നിർത്തിയിട്ടിരിക്കണത് തിരുമ്പലും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരോ പരിപാടി കഴിച്ചിട്ടെ. അങ്ങനെ നമ്മൾ എന്നുമില്ലാതിരി ബക്കറ്റും മറ്റേ തുടപ്പൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കണ്. തുടക്കട്ടെ. അവിടെയും കസാരയും കാര്യമൊക്കെ വലിച്ചിട്ട് വെച്ചേക്കണ്. അപ്പം റൂമിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങി പരിപാടി വേഗം തീർക്കട്ടെ. ചായ കുടിച്ചാണ്ട് അപ്പം പെട്ടെന്ന് പരിപാടി തീർക്കട്ടെ. അങ്ങനെ നമ്മൾ ചായയുടെയും കാര്യമൊക്കെ കഴിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. തിരുമ്പലും കഴിഞ്ഞു കേട്ടോ. തിരുമ്പൽ കഴിഞ്ഞപ്പോൾ കയറിയിട്ടുള്ളൂ. ഇന്നാണെങ്കിൽ മഴ ഉണ്ട്. രാവിലെ തന്നെ നല്ല മഴക്കാറാണ്. അപ്പം ഇന്ന് ഞാൻ ആദൂനെ ഡാൻസ് പഠിപ്പിച്ചാൽ താഴത്തെ തറവാടിൻ്റെ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഓരോ വയസ്സ് ചെയ്ത കുട്ടി അവിടെ ഉണ്ട്. അപ്പോൾ രണ്ടാളെ ഒപ്പം നിർത്തി ഡാൻസ് കളിച്ചാൽ സ്റ്റേജ് കയറുമ്പോൾ പാതി മടിയൊക്കെ മാറുമല്ലോ. ഒന്നും പാടെ എയിം ആവാണ്ട്. അപ്പം തറവാട്ടൊക്കെ ഒന്ന് പോകണം. നേരെ താഴെ വരികയാണ്. അപ്പോൾ പോകണം എന്നൊക്കെ വിചാരിച്ചു. ഇന്ന് ഇങ്ങനെ മഴയാണ്, എന്താണെന്നറിയില്ല. വൈകുന്നേരം ടൈം ഉണ്ടെങ്കിൽ പോകണം എന്നൊക്കെ കരുതുന്നുണ്ട്. അപ്പം ഉപ്പേരി ഉണ്ടാക്കാൻ വൈകുന്നേരം കാര്യമൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപ്പേരി ഉണ്ടാക്കട്ടെ. നമ്മളെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആക്ക് കുപ്പായൊക്കെ ചുണ്ടരനാക്കിയിരിക്കണ്. സ്പൈഡർമാനൊക്കെ ഞങ്ങൾ വെച്ചു. അപ്പോൾ ഓന് അവിടെ കളർ ബുക്ക് മാതിരി ഞാൻ മീനിനെ വരച്ചുകൊടുത്ത്, ആമേനെ വെച്ചുകൊടുത്ത്. സ്പൈഡർമാനെ കണ്ണു മുഖം കൂടി വരക്കാരണം നിന്ന്. അപ്പോൾ ആദ്യമൊക്കെ നിർത്തിപ്പോയി. എങ്ങനെയുണ്ട് ഞങ്ങൾ ചിത്രം ചോദിച്ചോക്ക്. ഞങ്ങള് കളർ കൊടുക്കുകയാണ്. പിന്നെ കളർ പീരീഡാണ്. അങ്ങനെ നമ്മളെ ചോറയിപ്പും കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ എന്നും ഈ ചോറും കൂട്ടാനും കാട്ടിയിരുന്നു നിങ്ങൾക്ക് തന്നെ ചടക്കും.
ഓളും അവിടെ ചോറും കൂട്ടാന്, ഞാനും ഇവിടെ ചോറും കൂട്ടാന്, അങ്ങനെ ആവും. ഇപ്പൊ നമ്മളെങ്ങടാ പോണ്? സൈക്കിൾ സൈക്കിൾ വാങ്ങാനാണ്. അപ്പൊ സൈക്കിൾ വാങ്ങാനല്ല, നോക്കാണ്ട് ചേട്ടക്കല്ലേ. ഞാൻ പറഞ്ഞീന് ഇന്ന് മഴപ്പല്ല, മഴ നിന്നിക്കണ്. അപ്പൊ എങ്ങട്ടാ പോണെന്ന് വിചാരിച്ചാല് ഓൻ്റെ ഡാൻസ് കളിപ്പിച്ചാൻ പോവുകയാണ്. അവിടുത്തെ ഒരു കുട്ടിയുണ്ട്, അവിടെ ഡാൻസ് കളിച്ചണം. പിന്നെ നേരെ ഉണ്ടെങ്കിൽ ഒന്ന് ഫസ്റ്റ് തറവാട്ട് പോയി ഇറങ്ങണമെന്നുണ്ട്. പിന്നെ ഡാൻസ് കളിച്ചതാകുമ്പോൾ നേരം വീകും. അപ്പോൾ തറവാട്ട് പോയിട്ട് ഡാൻസ് കളിച്ചാൽ ഇറങ്ങണം. അപ്പോൾ കാര്യമായിട്ട് ഡാൻസ് കളിച്ചാൽ പോവുകയാണ്. പിന്നെ അവിടെ കയറിയിട്ടില്ലെങ്കിൽ ചീത്തട്ടും. അപ്പോൾ ഏതായാലും പോയോക്കട്ടെ, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിവിടെ എത്തി. മറ്റോള് കുട്ടീനെ കൊണ്ടുവരാൻ പോയതാണ്. അപ്പോൾ ഞാൻ ക്യാപ്പിൽ ഇങ്ങനത്താണ് നമ്മൾ ഡാൻസ് പഠിച്ചാൽ വേണ്ടി. അതിൻ്റെ നേരെ പേലെയാണ് തറവാട്. ഓല അങ്ങോട്ടേലും പൊയ്ക്കണമെന്ന് എനിക്കറിയില്ല. രാവിലെ അമ്മായി വിളിച്ചിന്. അപ്പം അങ്ങോട്ടോ പോകണമെന്ന് പറഞ്ഞേനെ, ഞെട്ടിക്കുളവിടെ വരെ. അപ്പം അറിയില്ല, ഏതായാലും പോയൊക്കെ അവിടെ ഉണ്ട് ഏതാണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ വരുന്നതും അറിയില്ല. രാവിലെ അങ്ങനെ പറഞ്ഞേന്, പറ്റിയാണെങ്കിൽ ഞാൻ അങ്ങനെ വരണ്ട്. പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. വയങ്ങി വാതിലടച്ചിട്ടില്ല. നമുക്ക് പോയോക്കാം. ബേക്കൊക്കെ നോക്കണം, അതിലല്ല നിനക്ക് നോക്ക്. അത് ഞങ്ങൾ കയറി വെക്കട്ടെ. നമ്മള് തറവാട്ടിലെത്തിയപ്പോ എന്താ പണി അമ്മായിയെ? വെറുതെ കുത്തിരിക്ക ചോറ് തിന്നിട്ടില്ല. നേരെ 3 മണി കഴിഞ്ഞ. അതിന് മുന്നേ കഞ്ഞി കുടിച്ചില്ലേ? ഞങ്ങളെ 12 മണി കഴിക്കണം ചായ കുടിച്ചപ്പോ. ഇവിടുത്തെ ഗ്ലാമർ നോക്കാണ്. ഇപ്പൊ പെണ്ണൊക്കെ സെറ്റ് ആയപ്പോ ഫുള്ള് കണ്ണടിയിലാണ് അല്ലേ? നിങ്ങളെ വീഡിയോ എന്താ ഡെയിലി വരാത്ത? കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടല്ലോ, മറുപടി പറഞ്ഞു കുടുങ്ങിയില്ലേ? എന്താ ഞാൻ ഓനോടും ചോദിച്ചു, എന്നോടും ചോദിച്ചു എന്താ നമ്മളിങ്ങനെ ഇടുക? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന എടുത്തിട്ടാ പറ്റൂലല്ലോ. ഒരാള് ബാത്തിങ്ങൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ പോണ്. എന്താ കൂട്ടാനൊക്കെ? കൂട്ടാന് ചിക്കൻ കറി. മറ്റേ കഴിഞ്ഞു. രാവിലെ കുറുമ ഉണ്ടായി. എന്നോട് പറഞ്ഞു വെജിറ്റബിൾ അനക്കറ്റിയോ? നല്ല രസമുണ്ട്. അതിന് പീടിന്ന് വാങ്ങിയാണോ അവിടെ ഉണ്ടാക്കിയാണോ അറിയില്ല. രസമുണ്ട് അല്ലേ? അമ്മായിനോട് ആദ്യമായിട്ടാണ്. അല്ല നിങ്ങളാ കേക്കൊക്കെ രസമുണ്ടായിന് ചിക്കന്റെ. രസമുണ്ട്. ഇജ് തിന്നിട്ട് പറഞ്ഞു ചെയ്തേക്കണ് നല്ല രസമുണ്ട്. പറയണല്ലോ ഇത് നോക്കണ്ട. പക്ഷെ അതിന്റെ രസം അങ്ങനെയൊന്നല്ല. കൈക്ക് കൊറേ സാധനങ്ങൾ വലിയ വലിയ സാധനങ്ങൾ ചേർക്കാണ്ട്. ഇതൊക്കെ വേണോ? വലിയ സാധനല്ലടാ, ചീസ്. നമുക്കൊരു ദിവസം കുനാഫ സേമിയ വാങ്ങിട്ട് കുനാഫ. ബക്കറ്റ് ചിക്കൻ ആണ് അടിപൊളിയായത്. ഞാൻ കണ്ട് വീഡിയോ ഉണ്ട്. എന്തോ ഒരു കട്ടിയും കാണല്ലോ, ഒരു കല അറിയോ? ചിലതൊക്കെ പൊട്ടിത്തെറിച്ച് കണ്ടിട്ടില്ലേ? പൊട്ടിത്തെറിച്ചാ ഭാഗ്യായില്ലേ? പൊട്ടിത്തെറിച്ചോ? സാധനം രസല്ലേ? നയിച്ചാലെന്താ? അതിന് മുന്നേ നമ്മള് കൊയങ്ങുന്നുള്ളൂ. തിന്നാണ്ടാക്കണ വേറെ ആൾക്കാരോ, തിന്നണത് നമ്മളും ആണ്. ഊതി കൊടുത്തിട്ടും വീശി. അതെന്താ പറയാ, കൊറേ കനല് കിടത്തിട്ട് അങ്ങനെ വീശുമാണേ. എന്താ അത് മറ്റേ ഇത് കത്തിച്ചിനാതിരി ആളെന്നെ കത്തിച്ചിക്കണേ, ഒരു മയമാണ്ടേ. എന്നിട്ട് ആ കനല് വീശി 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 ആ കനലിന്റെ ചൂടും വേണം. അല്ല കുടുക്ക ഇതായോണ്ടല്ലേ നിങ്ങള് കരിയാതെ കിട്ടിയത്? അല്ല കുടുക്ക പൊട്ടാത്തോണ്ടേ. എന്നെ കുടുക്ക പൊട്ടിയോണ്ടല്ലേ കരിഞ്ഞതേലും കിട്ടിയത്. അല്ലെങ്കിലോ പിന്നെ മനസ്സിലായോ? മനസ്സിലായി. അതല്ല ചെങ്ങായി ഞാൻ പറഞ്ഞേ, കുടുക്ക പൊട്ടിയോണ്ടല്ലേ ഞാൻ സൈഡിൽ കൂടെ കണ്ടത് കരിഞ്ഞത്. അല്ലെങ്കിൽ കാണുവോ? പൊട്ടിയിട്ടാണ് കരിഞ്ഞത്. ആണോ? കുടുക്ക പൊട്ടിയിട്ടാണ് കരിഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ ചാടും, കുയിങ്ങിട്ട് ഇങ്ങനെ ആവും. ഒരാള് സുന്ദര കുട്ടപ്പനൊക്കെ ആയി വരുന്നുണ്ട്. അതിന് നല്ല ഞാൻ വന്നിട്ട് 15 മിനിറ്റായി. അപ്പൊ തേച്ചെടുക്കൽ തുടങ്ങിയ ബാക്കിയൊക്കെ വലിച്ചിട്ടോ. ഈ ഷർട്ട് എടുത്തപ്പോ 2-3 കൊഞ്ഞടിട്ട് അതേപോലെ തന്നെ അലമാരിയിൽ അടിപൊളിയായിട്ട് അടിച്ചു. അലമാരുടെ സ്റ്റഡിയിലാണ്. ഇപ്പൊ ഒന്നെടുക്കും ഒറ്റ വലി അതാ കടക്കണേലും. എത്ര ഇതാ മടക്കി വെച്ചിക്കണ്. എന്റെ കുട്ടിനെ മൂടിപ്പോ ഇപ്പൊ നല്ല കുട്ടിനെ കാട്ടിൽ തുടങ്ങിയേക്കണ്. ആദ്യം കാട്ടൂലേ ഇനി നിൻഷാള് ഓനൊരു കുട്ടി ഉണ്ടാവുമ്പോ കഴിഞ്ഞ വരവിലൊക്കെ അതിനെ നുള്ളി 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 അഞ്ഞു കാട്ടൂല.
ഇജ്ജ് നല്ല കാട്ടിലാട്ടോ ഇല്ലാതോ വേനെടുക്കണല്ലോടാ. ആതന്നെ കാട്ടില് തോനെ അനിയോ മോണ്ടനാ നുള്ളിട്ട് ഇത് സൈക്കോ ആണ്, സൈക്കോ കാട്ടലാണ്. നല്ല കാട്ട് ചന്തിക്കല്ല നുള്ളുക. അനു കുട്ടികളല്ല അനു ഇന്നെ നുള്ളുക വെറുതെ എന്തേലൊക്കെ നുള്ളി നുള്ളി ഉരുണക്കുറുവ എന്തൊരു കുറുവേത് ചോറുന്നോളിന്നാ. ചോറുന്നല്ലേ ഞാൻ തിന്നു, ചോറുന്നല്ലേ ഞാൻ തിന്നു വരിക. എന്താ വേണ്ടത്? ഞങ്ങളാണെങ്കിൽ തിന്നോ? ചിക്കൻ ഉണ്ട് പൊരിച്ചത്. അതുപോലെ ചോറുന്നിട്ടില്ലേ, നമുക്ക് പോയേക്കാം. ഈ ലൈറ്റും കെട്ടിട്ടൂലേ വെറുതെ അല്ലേ. സിഫ്നറിയടി നമ്മളെ ഐഫോണ് ക്ലിയർ, നിങ്ങളെ ഐഫോണ് നല്ല ക്ലിയർ. എന്താ മതി ലൈറ്റ് ഒക്കെ വാങ്ങിയാതെ എന്താ ക്ലിയർ ഒക്കെ ഉണ്ട്. എന്നിട്ട് ഞങ്ങള് തോത്തേ മുന്നേ നിങ്ങളെ ക്യാമറ തോത്തായിട്ടാണ് അറി. ഞങ്ങള് നനങ്ങിയാ തോത്ത എവിടെ നിന്നാലും നിങ്ങളേക്ക് എത്തൂല. ആ ലൈറ്റ് ബൾബിന്റെ വൈപ്പാണ്. ബൾബ് നല്ല സൈസിലെ ബൾബാണ്. നല്ല വെളിച്ചുണ്ട്. രാത്രി പുറത്തിട്ടാ വീഡിയോ ഒക്കെ അല്ലതാ കണ്ണുവില് വിടൂലേ ഇല്ലേ? ആ ഇട്ടിട്ടേ എപ്പഴാ രാവിലെ ബാങ്ക് കൊടുത്ത് നീച്ചുമ്പോ കാണാ ലേറ്റ് അങ്ങനെ കത്തണം. ഇന്നും കൂടി ഞാൻ അങ്ങനെ എന്നിട്ട് കണ്ണുവില് എത്ര? ഇത് 4 ദിവസമായിട്ട് ഇപ്പൊ ഇവിടെയാണ്. ഞാൻ പറയാ ഇത് ഇവിടെ നോട്ടെ എന്നാലും അത് കത്തിച്ചങ്ങനെ ആണോ? ഒരു 800 അതിന് എവിടെ ഇവിടെ ഒന്ന് അപ്പുറത്തൊന്ന് അപ്പുറത്ത് 2 4 ലൈറ്റ് നേരം പൊളിക്കോളം കത്താണ്. എന്താ ചെയ്യാ? പുറത്തൊക്കെ വെറുതെ ഇടാണില്ലേ. പിന്നെ പന്നി എന്നാ തന്നെ 10:30 ആയപ്പത്തിന് ഈ തെങ്ങുമൂടാകണ് പന്നിയോ? പന്നി അതോ കുറ്റൊരു രാത്രി നോക്കിയപ്പോ ഓന്റെ മുടിന്റെ രഹസ്യാണ്. ഇതെന്തന്നെ അമ്മയെ മഞ്ഞളെണ്ണ കാച്ചിയെണ്ണ ഒരു മുടി വെച്ചിട്ടേ കൊറേ പണ്ട് ഇത് ഉമ്മ ഉണ്ടാക്കി തന്നാണ്. മുടി കഴിച്ചില്ല പണ്ടേ ചെറുപ്പത്തില് അതാണ് നീണ്ട വളർന്നിക്കണ്. ചെറുപ്പത്തില് ഇവന് നല്ല മുടിന്റെ ഇനി മറ്റോന് മുടിയല്ലേ ഇനി. എന്നിട്ട് ഞാൻ ചെറുപ്പത്തിൽ ഒരു എണ്ണ കാച്ചി കൊടുത്തു. ആ എണ്ണ കാച്ചി പിന്നെ ഓന് നല്ല ഉള്ളാണ് മോന്. എന്നിട്ട് ഓൻ പറയണേ ഇച്ചെന്തിനാ അത്ര ഉള്ളു ഇങ്ങക്ക് ഓന്റെ ചാക്കുപൊടിയാണ്. പരാതിയാ ഓന് മാത്രം മുടിയില് എണ്ണ വെച്ചു പെട്ടെന്ന് പോടി ഉള്ളില്ല. അന്റെ ചെറിയ അപ്പൂന് മുടി ഏകദേശം ഒന്നാ നീണ്ട മുടിയാണ്. ആദോന്റെ മുടിയാടെ ഇപ്പൊ ല്ലേ? അന്റെ ചാക്കുമുടി അന്റെ സിഫ്നാന്റെ മുടിയാ, വൃത്തിയേട്ട മുടിയാ, കട്ടിച്ചാക്ക. അമ്മായിന്റെ മുടിയാണ് സിഫ്നാക്ക്. ഒതുക്കല്ലല്ലോ കട്ടി മുടിയാണ്. പക്ഷെ ഇല്ലത് നല്ല ഉള്ളു തോന്നും. വളർത്തി കഴിഞ്ഞാ വേറെ ഏതെങ്കിലും കാട്ടുകൂടി ഓന്റെ പിന്നെ ഇപ്പൊ ഒതുങ്ങിയിട്ടില്ലേ? ആദ്യം ഇങ്ങനെ അന്റെ തന്നെ ഇപ്പോഴോ ഞാൻ മുടി ആ മറ്റേ ചീർപ്പേറ്റ് സ്മൂത്ത് ചെയ്താണോ അതോ ഇങ്ങനത്തെയാണോ രസം? സ്മൂത്ത് ചെയ്ത് കണ്ടിരുന്നു പിന്നെ ഞാൻ കാണാതെ. അതിന്റെ വേറെ വേർഷൻ അല്ലേ ഇതിന്റെ? അതായത് എന്റെ എത്ര ഭാഗം ഇവിടെ വരെ ഇപ്പൊ വലുതായി ഉണ്ടായി വന്ന അല്ലേ? അനക്ക് ഈ സൈസ് ആണെങ്കിൽ അല്ല ചീർപ്പ് കുടുങ്ങി നല്ല സൈസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെട്ടിയിട്ടില്ലേ? ഓ മുട്ട അടിച്ചാൽ നിൽക്കാണ്. മുട്ട അടിച്ചിട്ട് എൻഗേജ്മെന്റ് മുട്ടയിലേക്ക് അതാ ഞാൻ പറയാന്ന്. ഓള് മാണ്ടാറേ. അപ്പൊ ഒന്നും പാടെ കേറിനി വീഡിയോ. തപ്നയിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. അറിയില്ലല്ലോ അയ്യോ ചെക്കം. തപ്നയിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. തൊപ്പിയിടും ഇങ്ങനെ ഇടേണ്ടി വരും. ഓളത്ത് പിളറാക്കി എനിക്ക് ബന്നി പിളറാക്കേണ്ടി വരും. 2 പിളറായ വാങ്ങറ്. ഞാനൂന്റെ പരിപാടി വരൂലേ? ഇൻഷാല്ലാ ടൈം എടുക്കും. അതോ കൊച്ചങ്ങ് വളരട്ടെ. അതൊന്ന് വളരട്ടെ. അല്ല എന്റെ കൊച്ചൊന്ന് വളരട്ടെ. പഠിച്ചട്ടെ. ഇനി മോണ്ടന്റെ എന്താ മോണ്ട? ഇതിന്റെയൊക്കെ ടൈം എടുക്കും 2 കൊല്ലം. നമുക്ക് എന്തിനാ? നമുക്കൊരു പെരലല്ലേ കഴിച്ചു. നമുക്കൊരു പെരക്കാവട്ടെ. ഒക്കെ ശരിയാവും പോലെ നമ്മള് ഡിസ്പ്ലേ പോയി. പോലൊക്കെ ചോറ് തിന്നാണ്. കൂട്ടാൻ എന്താടാ? കോഴിക്കറി ഉണ്ട്, കുറുമുണ്ട് ഗൈസ്. ഇന്ന് രാവിലെ ഉണ്ടാക്കിയ. ഓ രാവിലെ വന്നപ്പോ തൊട്ട് പറയുന്നുണ്ട് നല്ല പറ്റലായിരിക്കും കേട്ടോ. ഒരു അമ്മായി ഉണ്ടാക്കിയ കുറുമുണ്ട്. പിന്നെ മോട്ടന്റെ അമ്മായിമാന്റെ ഇതെന്താ ചത മാങ്ങ മാങ്ങച്ചാറുണ്ട്, നാരങ്ങച്ചാറുണ്ട്. ഓന്റെ അമ്മായിമാക്ക് നല്ല കൈപ്പുണ്യാണ്. ഇന്നാള് കൊണ്ടുവന്ന നല്ല രസമുണ്ട് അല്ലേ? ഇനി ഉമ്മ അങ്ങനെ തരുന്ന ഞങ്ങള് പ്രതീക്ഷിക്കുന്നു അല്ലേ? വീഡിയോ കാണുന്നുണ്ട്. ഇതിന് ചോറാണ്ടല്ലോ. നിങ്ങളിന്നോ? ഇതെന്താ കാലിയാവാത്ത? രസമുണ്ടോ? കണ്ണിമാങ്ങ അല്ല നാടൻ മാങ്ങ ഉണ്ടോ? അങ്ങനെ അമ്മ
എടി ചെറിയ മാങ്ങല്ലേ ചെറുതായി പൂക്കണേ. ആ ഇങ്ങനെ ഉരുട്ടി തിന്നണ്. ബേക്ക് കടിച്ചു പൊട്ടിച്ചിന്നല്ലേ ചോലാങ്ങ അല്ലേ? അത്ര വലിപ്പാവുള്ളൂ ഒന്നൊരു പോക്കും. ആ എന്നെ പറഞ്ഞ ചോലാങ്ങ. ചോലമാങ്ങ എന്ത് മേ അതൊരു ചോറ് വേണോ? നിക്ക് ഇച്ചു വേണ്ട. ആർക്കാണ് ഈ ചോറ്? അതിന് ഞാൻ തിന്നു പോന്നിട്ടുള്ളടാ. ഇതൊന്ന് നാമച്ചോക്ക് എങ്ങനെ ഉണ്ട് അറിയാലേ. മാങ്ങ അച്ചാറ് നീക്ക് മറ്റേത് പാലപ്പമാണല്ലേ? പാലപ്പം ചൂടാന് തേങ്ങ ചിക്കൻ കുറുമ. ചിക്കൻ മാങ്ങോണ്ട് ചിക്കൻ കുറുമ ഉണ്ടാക്കി തരാം. തേങ്ങാപ്പാലൊക്കെ ആട്ടമ്പാല് അതിന് പാലപ്പത്തൊക്കെ തേങ്ങ വേണം നല്ലോണം. തേങ്ങല്ല തേങ്ങ വാങ്ങിട്ട് നമ്മൾ ഉണ്ടാക്കണതാണ് പാലപ്പം ചിക്കൻ കുറുമ. നാളെ രാവിലെ നാതായിക്കോട്ടെ. തേങ്ങയും മാങ്ങോണ്ടി അല്ലേ? പാലപ്പം ചിക്കൻ സ്റ്റൂ. ആ നല്ല സാറാ. കുരുമുളകൊക്കെ ഇട്ട് കുരുമുളക് പൊടി ഇടണോ? ഇതിനല്ലേ ചോറാണെന്ന് പറഞ്ഞ ഇരിക്ക് ഉണ്ടോ? ഓ പറഞ്ഞ വേണ്ട മറ്റേണ്ടെങ്കിൽ കത്തല്ലേ. വല്യമാന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ചോറുന്നാൻ വന്നേക്കണ്. ഉമ്മ വന്ന് കുളിച്ചിട്ട് കുളി ഇടുന്നില്ല അല്ലേ? തിന്നോളിന്നാ. മറ്റോലൊക്കെ തെക്കും പറക്കും കിടക്കാണ്. ഞാൻ പോവാൻ നോക്കട്ടെ. ഫ്ലൈറ്റ് മാത്രമുണ്ടോ? ഇനി ഉറങ്ങ പ്രമോഷൻ ലോങ് പോയിട്ടോ ഓണ്ടോയി പോയാനോ? ഞാൻ തടിച്ചു ഒരു ദിവസം. ഞാൻ പോയിട്ടോ ആദറിഞ്ഞ്. അങ്ങനെ നമ്മളവിടുന്ന് ഇറങ്ങി. ഇനി എന്താ പരിപാടി വെച്ചാൽ ഇനി ഇവിടെയാണ് ഡാൻസ് കൊണ്ട് കളിപ്പിച്ചാണ്ട് റോട്ട് കല്ലട്ടാ അതോ ഐശ്വര്യ വീട്ടിൽ കയറി. അപ്പൊ ഇനി ഇവിടെ വന്ന് ഡാൻസും കാര്യമൊക്കെ കളിച്ചിട്ട് വേണം പോകാന്. എന്നിട്ട് പെരി പോണം. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ആദ്വാ ഇവിടെയാണ് ഈ വീട്ടിക്കാ. ബാ ബാ ഇങ്ങോട്ടാണ്. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ഓളെ കൂട്ടാറ്റിയാണത്. ഓളെ പേരെന്താ? ആദുഷോ ആദുഷോ ഓള് നീ ഇരിക്ക്. അതിനെ വിട്ടടാ. ആർക്കിരിക്കണെങ്കിൽ ഇരുന്നോ? ഇതാരാണ്? അതോ അതോ ഇതാരാണ്? ദേശീയ കൂട്ടാറ്റിയാണ്. എന്തോളെ പേര്? ഓള് കരയലുണ്ടോ ദേശീയയില്? ഐശ്യോ ആദ്യ കരയലുണ്ടോ? ഐശ്യോ ഐശ്യോ കുറവ് വരുന്നുണ്ടോ? അടച്ചോനെ. ഐശ്വര്യ മോകം കാട്ടിക്കൊണ്ടേ. ഐശ്വര്യ മോത കാടായില്ലേ? ചിരിക്കുറിക്കാണ് ചിരിക്കുക്ക. ഡാൻസ് കളിച്ചല്ലേ? അല്ല ഡാൻസും പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇറങ്ങി പഠിച്ചോനെ അതിനെ തള്ളിട്ടല്ലോ. എന്താ പരിപാടി? കടത്തി തരാം. ഓനെ ഓല് ഊഞ്ഞാലാങ്ങിക്കണം. ആരും വാങ്ങി തന്നെ പച്ചിയോ? ആ കടത്തി തരും കേട്ടോ. ഞാൻ ഇരുന്നാ കിട്ടുവോ? ഞാൻ ഇരുത്തി തരാം നമുക്ക്. ഒരാളിരുന്ന ആടാണ്. മറ്റോള് ഓല് ഉള്ളിലാ തോന്നുന്നുണ്ട്. ഉള്ളിൽ കയറി നോക്കട്ടെ.
എങ്ങണ്ടാ ഊഞ്ഞാല് തല വിട്ടല്ലോ. ഹായ് ഹായ് അടിപൊളി വീതോ. അന്റെ പൂച്ചനെ കളഞ്ഞോന്ന് ഇയാൾ കഥകൊക്കെ തുറന്ന് വന്നിക്കണ്. ഓളെ ഞങ്ങളെ മറ്റേ സന്ദേശന ഇല്ല കരാതെ എന്താണീ ക്ഷീണ ക്ഷീണ എന്തി തലറി പെട്ടി റെഡിയാക്കണോ? വേണ്ട പ്രഷർ അറിഞ്ഞോ? എന്തോ ആ നിലവിളി ശബ്ദം വിടോ? ഓക്ക് പ്രസവിച്ചാൽ പേടിയാണെന്ന് കുത്തിരിക്ക. പിന്നെ ഓക്ക് പകരം ഞാൻ പ്രസവിച്ചാൻ പോയിട്ട് കാര്യമില്ലല്ലോ. അലയാക്ക് ഞാൻ ആദൂന്ന് ഡാൻസ് കഴിഞ്ഞ് വരിക. ഞാൻ 3 മണിയായി പറഞ്ഞതാ. മറ്റോ ഊഞ്ഞാലട ആട്ടിയാറ്റ അവിടെ ഉണ്ടാവും, അപ്പുറത്തുണ്ടാവും. ഇരുത്തി കടത്തലുണ്ടീക്കണ് എല്ലാം അട്ടിട്ടോ. അപ്പൊ ഇതുവാ പറച്ചോനെ കാലൊക്കെ കുടുങ്ങിയല്ലോ. ഇങ്ങനെ നല്ലടാ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കുത്തിരിക്കാണ്. ഓളെ കഥയും ഇതൊക്കെ കേട്ട് കുത്തിരിക്കാണ്. നല്ല കഥ. രാവിലെ തൊട്ട് ഭയങ്കര ക്ഷീണാണ്, കൊഴക്കാണ്. അങ്ങനെയൊക്കെയാണ്. നമുക്ക് ടെൻഷനാണ്. അയ്യോ അല്ല കുട്ടി പഠിച്ചു എന്നിട്ട് ഡാൻസൊക്കെ പഠിച്ച് അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്നാണ്. ഇപ്പൊ ഞാൻ അന്യപാടം കണ്ടിട്ട് ഈ വൈക്കക്കൂടെ പോണോണ്ട് കൂടെ പോയി എന്നെ കാണാ, തറവാട്ടിത്തോലെ കാണാ, എല്ലാ പരിപാടിയും കഴിച്ചിട്ടോ. കാരണം ഫിദാന്റെ റോട്ടിലേ പൂമോളെ വിളിച്ചത് ആദ്യം വിളിച്ച് വരുന്നത്. ഇപ്പൊ അമ്മായിനെയും അനുവിനെയും കണ്ടു പറഞ്ഞു. തറവാട്ട് പോയി. അമ്മായി വിളിച്ചിന് രാവിലെ. പിന്നെ അവിടെ പോയി ഓലോടെ വർത്താനം പറഞ്ഞ് ചോറൊക്കെ തിന്ന് പിന്നെ താഴത്തേക്ക് ഇറങ്ങി ഡാൻസ് കഴിഞ്ഞു. പിന്നെ അന്യപാടം കണ്ടുപോയ പരിപാടി കഴിഞ്ഞില്ലേ. മിഞ്ഞാന്ന് ഉമ്മാന്റെ അടുത്ത് കൂടിയും പോയി. കെട്ടിച്ചാലെന്താ നമ്മളെത്തണ്ടോടത്ത് നമ്മളെത്തി. ഞാൻ കെട്ടിച്ചാലും വേണ്ടില്ല, കുട്ടിന്റെ ആയാലും വേണ്ടില്ല. അതാണ് ഇപ്പൊ ഇവിടെ വലിയ ഉണ്ടാട്ട കാര്യൊന്നുമില്ല. രാവിലെ തൊട്ടേ ഉണ്ടാട്ടൊന്നുമില്ല. അപ്പൊ അതിന്റെ പിന്നാലെ നടക്കുകയാണ്. പിന്നെന്താ നല്ല നമ്മള് കാര്യാക്കണ്ടല്ലേ. അവർക്കൊന്നും എത്തിയിട്ടില്ല. പ്രസവം നോർമൽ റേഞ്ചിൽ കിടക്കാൻ വേണ്ടിട്ട് എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും. സ്വന്തം അങ്ങനെ ചിരിച്ചാണ്. ഞാൻ 10 വട്ടാണ്. ഇച്ചിപ്പോ കരയാൻ പറ്റൂലല്ലോ. പക്ഷെ ഓളെ ബേക്കില് ഞാൻ ഉണ്ടാവും. എന്റെ 2 പ്രസവത്തിന് ഞാൻ വന്നിട്ടില്ലേ. ഞാൻ എന്റെ പരീക്ഷ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഇനി എന്താ ഉണ്ടാവൂലേ. ഞാൻ വരും. ക്ലാസ് കഴിഞ്ഞ് ഞാൻ +2 ഓള് പ്രസവിച്ച്. ഞാൻ +2 ആയപ്പോഴാണ് +1 ആയപ്പോഴാണ് ഓള് പ്രസവിച്ചത്. അന്നിന്റെ സ്പെഷ്യൽ ക്ലാസ് അന്ന് ഏതൊരു എക്സാമും കാര്യമൊക്കെ ഒക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഓളൊപ്പം നിക്കാൻ പോയിന്. അല്ലാതെ പെരയിലാരും നമ്മള് വെറ്ററിനേനി അന്ന് ആരെയൊന്നും കണ്ടില്ല. അന്ന് കൊറോണ ടെസ്റ്റ് ചെയ്യണം. അത് 2 ആൾ നിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ലിമിറ്റും കാര്യമൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് ഡേറ്റ് അടുത്തോണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ കമന്റിൽ ചോദിച്ചിട്ടുണ്ട് ഡേറ്റ് എന്നാ തന്നിക്കണ്. ഓള് 7 മാസത്തെ കഥയില്ലോണ്ട് പ്രസവിച്ചോണ്ട് ഓളെപ്പോഴാ പ്രസവിച്ചാന്ന് അറിയില്ല. അപ്പൊ വനിതാ ഡോക്ടർ പറഞ്ഞു ഓക്ക് മറ്റേ കട്ടില്ല ഗർഭപാത്രം അല്ലേ, അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞേന്. റെസ്റ്റ് വേണം, അങ്ങനെയാണെങ്കിൽ സ്റ്റിച്ച് ഒഴിവാക്കാന്ന് പറഞ്ഞപ്പോ 2ാമത്തെ ഫുള്ള് റെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ ആ ടെച്ചും കാര്യൊക്കെ വിട്ട് ഇപ്പൊ കുട്ടിക്ക് ഒരു 9 ചെറുതിന് 9-10 വയസ്സായോണ്ട് അത് കടക്കട്ടെ. അപ്പൊ അപ്പൊ അത്രയും വയസ്സായോണ്ട് അതിന്റെ ഇതൊക്കെ കാലൊക്കെ പൊയ്ക്ക് നോക്ക്. 2ാമത്തിന്റെ കൂടും ഭയങ്കര റെസ്റ്റ് ചെയ്യുന്നുണ്ടോ. കട്ടിൽമൊന്നും നീച്ചിട്ടില്ല. ക്ഷീണം ലാസ്റ്റിക്ക് ആകുമ്പോ ഓൾക്ക് കുഴക്കും കാര്യമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനി ലാസ്റ്റിക്കാണ് ഓളെ പേടി. ഇഞ്ഞോളെ കടത്തുന്ന തന്നെ കാര്യം ഉണ്ടാടോ കാര്യം അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതാണ് വെക്കണ അതിൽ ഓള് പറ്റണ അങ്ങനെ വീഡിയോ കാര്യമൊക്കെ ഇടുന്നുണ്ട്. നല്ല രീതിയിൽ നടക്കട്ടെ. എല്ലാരും മാസം തികഞ്ഞ് പ്രസവിച്ചാൻ വേണ്ടി നിങ്ങളെല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ട്. അല്ലെങ്കിൽ ഭയങ്കര അടങ്ങാറും കാര്യമൊക്കെ ആണ്. കുട്ടിക്കൊരു കുഴപ്പമില്ല. കാരണം ഞാൻ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഏത് കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല അല്ലേ. നിങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടേ ഒക്കെയാണ് പറയല്ലേ. ഇനി ഒന്ന് ആശുപത്രിക്ക് പോന്നെ. ഓള് പോയി ചെക്കപ്പ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ 2 ആഴ്ച എല്ലാം പറഞ്ഞു.
2 ആഴ്ച പാടെ കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. അന്ന് സ്കാനിങ് ഇല്ലേ? പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഓളെ മാസം എന്ന് പറയുന്നത് ഇപ്പൊ ഈ 19-ാം തീയതി 6 തികഞ്ഞ് 7 തുടങ്ങുകയാണ്. നോക്ക് തുടങ്ങണുള്ളൂ. എന്തപ്പാ ഇതെന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓള് പ്രസവത്തിന്റെ കഥയൊക്കെ വിറ്റാണ്. ഓക്ക് നോക്കാൻ യാതൊരു താല്പര്യമില്ല. ഇനി ഞങ്ങളന്ന് രാവിലെ 7 മണിക്ക് പോണ ടൈമിന് ഇച്ചത് നോക്കിയേ പറ്റുള്ളൂ. ഓക്ക് അന്നാ കൊയക്ക് കണ്ടപ്പോ ഞാന് എടക്കരങ്ങാടി ഫുള്ള് തന്നെയിരിക്കണ ഒരു മെഡിക്കൽ സ്റ്റോർ തുറന്നിട്ടാണ്. 7 മണിക്ക് ഞാൻ പോയി. അതിൽ ആ ഏരിയ ഞാൻ ആ മറ്റേ മണിമൂല് വരെ ഞാൻ മെഡിക്കൽ സ്റ്റോർക്ക് പോയൊക്കെ ആ ഏരിയ ഒട്ടിയില്ല. നോക്കാന് കൊറേ കാലം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയൊരു മകളൊന്നാല് എന്താ എല്ലാവർക്കും ഉമ്മാക്കായാലും ഉപ്പാക്കായാലും എല്ലാവർക്കും ബംഗാളിയൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ ഭയങ്കര ഒരു ചൊന്നുമ്പാട് തോര കൂടി. അതിൽ ഞാൻ പിന്നെയും വന്ന് ഞാൻ സിഫ്നാനോട് മെഡിക്കൽ സ്റ്റോർ തുറന്നിട്ടില്ല. എന്നാൽ അപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ പ്രഗ്നൻസി കിറ്റ് കഴിഞ്ഞിരിക്കണ്. ഞങ്ങളെ ലാഭത്തെ പിറ്റേന്ന് ഒരു പെണ്ണ് വന്ന് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കണ്. അപ്പം ഒന്നുണ്ട്. പക്ഷെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി കിറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം രാവിലെ ആയതുകൊണ്ട് മോർണിംഗ് ടെസ്റ്റ് വരും പ്രഗ്നൻസിന്റെ. അപ്പൊ അതായതുകൊണ്ട് ഞങ്ങൾ അവിടെ വെച്ച് പിന്നെ ഞാനൊരു 8 മണിയായപ്പോ പിന്നെ ഓളിന്റെ പൊട്ടില്ല മാണ്ട സമയം പറഞ്ഞിട്ട് ഞാന് വണ്ടി എടുത്ത് ഞാൻ അതിലൊക്കെ തെണ്ടി ഒരു മെഡിക്കൽ സ്റ്റോർ തുറക്കോളം ഞാൻ അവിടെ നിന്ന് ഞാൻ തന്നെയാണ് ഓളം നല്ല ടെസ്റ്റ് ചെയ്തിക്കണ്. ഓളെ യൂറിനും കാര്യമൊക്കെ ഓള് താല്പര്യം തന്നെ നോക്ക്. ഞാനാണ് ടെസ്റ്റ് ചെയ്തിട്ട് 2 ലൈന് ഞാൻ കാട്ടി ഞാൻ ഫോട്ടോ എടുത്തിട്ടാണ് ഓള് കാണുന്നത്. ഓക്കെ നോക്കണ്ട. ഓക്കെ അറിയും ക്ഷീണം കണ്ടപ്പോ ഉണ്ടാവുകാരെന്ന് അറിയാം. പിന്നെ നമ്മളാ ലാസ്റ്റ് ട്രെയിനിങ്ങിന്റെ ലാസ്റ്റ് ടൈമേനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാം. അവിടെ തന്നെ നമുക്ക് കിട്ടി ഇറങ്ങാന്നില്ല അവിടെ തന്നെ കയറണം എന്ന് പറഞ്ഞ് നിൽക്കേന്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും 2 ഒപ്പം നോക്കാന്നൊക്കെ പറഞ്ഞിരിക്കേന്. ഇനി ഇൻഷാല്ലാ കുട്ടിയൊക്കെ വലുതായിട്ടും അതുകൊണ്ട് നേഴ്സറും കാര്യമൊക്കെ സെറ്റായിട്ട് തിരുമ്പി വരുമ്പേ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഞാൻ പോയാലോ? ചായ ഒന്നും വേണ്ട, ഞാൻ പോട്ടെ. ടൈം ആവാനായി. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഞാനിന്ന് തെണ്ടൽ വീഡിയോ ആയിട്ട് ഇത് പറയാം. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ 2 ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കുകയാണ്. പറഞ്ഞ അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.